ഏതൊരു സാഹചര്യം, ഏതൊരു അവസ്ഥയിൽ നമുക്ക് പൈസ ആവശ്യമാണ്, അതിനുവേണ്ടി നമ്മൾ കണക്കാക്കി വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, അതിനു വേണ്ടിയിട്ടുള്ളൊരു കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ദൈവത്തെ, നമ്മൾ ഈശോയെ ഒരു പാർട്ണറാക്കണം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു ഏറ്റവും വിലപ്പെട്ട ഒരു സൊല്യൂഷൻ, ഒരു മാർഗം, ഒരു പരിഹാരം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ഒരു ബിസിനസ്സുകാരനായിരിക്കാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കാം, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും സ്ഥാപനം നടത്തി ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് ഈശോയെ ഒരു പാർട്ണറാക്കി മാറ്റുക. ഈ പാർട്ണറാക്കുമ്പോൾ എന്താണ്? പാർട്ണർക്ക് ഷെയർ കൊടുക്കണം, അല്ലേ? സാധാരണ നമ്മൾ ലോകത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ ഷെയർകാരനാക്കി കഴിഞ്ഞാൽ ഒരു ഷെയർകാരനെ ഉള്ളെങ്കിൽ ലാഭത്തിന്റെ കൃത്യവിഹിതം അവന് കൊടുക്കണം. 4 പേര് ഷെയർകാരൻ, 4 പേര് ഷെയർ കൂടിയിട്ടാണ് ഒരു സംഭവം ചെയ്യുന്നെങ്കിൽ അതിന്റെ ആ ഷെയർ ലാഭം 4ആയിട്ട് വിഭജിച്ചിട്ട് 4 പേർക്ക് ഓരോ ഷെയർ എടുക്കും. എന്നാൽ ഈശോയെ നമ്മൾ ഷെയർകാരനാക്കുമ്പോൾ നമുക്ക് ഈശോയ്ക്ക് പകുതി കൊടുക്കണ്ട. മനസ്സിലായോ? ഈശോയ്ക്ക് നമുക്ക് നമ്മുടെ കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആണെങ്കിലും, നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ലാഭത്തിന്റെ ആണെങ്കിലും അതിന്റെ പകുതി നമ്മൾ ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയ്ക്ക് അത് ആവശ്യമില്ല. ഈശോയ്ക്ക് ഇത്രയേ ഉള്ളൂ. ഈശോയ്ക്ക് നിങ്ങൾ ആ കിട്ടുന്നതിന്റെ 10 ഒരു വിഹിതം കൊടുത്താൽ മതി. 10 ഈ 30,000 രൂപ നിങ്ങൾക്ക് വരുമാനം മാസം ഉണ്ടെങ്കിൽ അതിന് 3,000 രൂപ നിങ്ങൾ കൊടുത്താൽ മതി. ഇത് കൊടുക്കുമ്പോൾ ഗുണം എന്നാ അറിയുമോ? നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കി 27,000 രൂപ, 30,000 രൂപ ഒരു ഉദാഹരണം എന്ന് പറയുകയാണ്, വേണമെങ്കിൽ 1 ലക്ഷമോ 1.5 ലക്ഷമോ അങ്ങനെ പല രീതിയിൽ നമുക്ക് കണക്കൂട്ടാം. 30,000 രൂപയിൽ 3,000 രൂപ മാറ്റി വെച്ച് 27,000 രൂപ ബാക്കി വന്നു കഴിഞ്ഞാൽ ഈ 27,000 കൊണ്ട് നമുക്ക് 50,000 രൂപയ്ക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. രോഗങ്ങളായിട്ടും അനാപത്തായിട്ടുള്ള ചെലവുകളായിട്ടും നമുക്ക് ഒരുപക്ഷെ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒരുപക്ഷെ അവിടെ ചെലവാക്കപ്പെടാവുന്ന പൈസയിൽ നിന്ന് നമുക്ക് ലാഭമായിട്ടും ഒക്കെ നമ്മൾ ഈ ഈശോയ്ക്ക് കൊടുക്കുന്ന ആ ഷെയറിന്റെ 10 ഇരട്ടി നമുക്ക് ലാഭം വരെ കിട്ടും. നമ്മുടെ ചെയ്യുന്ന തൊഴിൽ സംരക്ഷിക്കപ്പെടും. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ ചെയ്യുന്ന ബിസിനസ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അധ്വാനത്തിന്റെ പകുതി നമുക്ക് കുറഞ്ഞു കിട്ടും. മനസ്സിലായോ? പകുതി അധ്വാനം നമുക്ക് കുറഞ്ഞു കിട്ടും. ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കാതെ, മണ്ടത്തരങ്ങൾ സംഭവിക്കാതെ, വീഴ്ചകൾ സംഭവിക്കാതെ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അതാത് സമയങ്ങളിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് വഴി അവിടുന്ന് നമുക്ക് പകർന്നു തരും. ഇതാണ് പ്രിയപ്പെട്ടവരെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കപ്പാസിറ്റി, സാമ്പത്തിക വിനിമയ മികവ് എന്ന് പറയുന്ന കൃപ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം.